നവംബർ 27 റീസിലെ വിശുദ്ധ മാക്സിമസ്. 5-ാം നൂറ്റാണ്ടിൽ ഇപ്പോഴത്തെ ഫ്രാൻസിലുള്ള തെക്കൻ ഗൗളിൽ ഉണ്ടായിരുന്ന പ്രമുഖരായ സന്യാസ മെത്രാന്മാരിൽ ഒരാളാണ് റീസിലെ വിശുദ്ധ മാക്സിമസ്. ഡിഗ്നെ നഗരത്തിന് സമീപമുള്ള പ്രൊവൻസ് പ്രദേശത്താണ് മാക്സിമസ് ജനിച്ചത്. ഭക്തരായ ക്രിസ്തീയ മാതാപിതാക്കൾ അവനെ പുണ്യത്തിലും വിശുദ്ധിയിലും വളർത്തി. ചെറുപ്പം മുതൽ ഈശോയോട് വലിയ സ്നേഹവും ഭക്തിയും മാക്സിമസ് പ്രകടിപ്പിച്ചു. പഞ്ചേന്ദ്രിയങ്ങളെ കർശനമായി നിയന്ത്രിക്കുവാനുള്ള പരിശീലനം ചെറുപ്പം മുതൽ അവൻ നേടിയിരുന്നു. യുവത്വത്തിലേക്ക് പ്രവേശിച്ചപ്പോഴും ലോകമോഹങ്ങളിലേക്ക് വീഴാതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചു. സ്വന്തം ഭവനത്തിൽ തന്നെ പ്രാർത്ഥനയും വായനയും പഠനവുമായി ഒരു സന്യാസിയെപ്പോലെ കുറേ നാൾ അദ്ദേഹം ജീവിച്ചു. ഏകദേശം 20 വയസ്സുള്ളപ്പോൾ മാക്സിമസ് സെൻറ്റ് ഹൊണറാത്ത് ദ്വീപിലുള്ള ലെറിൻസ് ആശ്രമത്തിൽ പ്രവേശിച്ചു. വിശുദ്ധ ഹൊണറാറ്റസ് സ്ഥാപിച്ച ആ ആശ്രമം അക്കാലത്തെ ഏറ്റവും പ്രസിദ്ധമായ ആത്മീയ കേന്ദ്രമായിരുന്നു. മാക്സിമസിനെ ആശ്രമത്തിൽ സ്വീകരിച്ചതും സഭാവസ്ത്രം നൽകിയതും ആശ്രമശ്രേഷ്ഠനായിരുന്ന ഹൊണറാറ്റസ് ആണ്. നിയമങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെയും നിശബ്ദതയുടെയും ഉപവാസത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ജീവിതമായിരുന്നു മാക്സിമസിൻ്റേത്. ഉന്നതമായ ജ്ഞാനവും അനുസരണയും എളിമയും മാക്സിമസിനെ ശ്രദ്ധേയനാക്കി. എല്ലാവർക്കും മാതൃകയായി ജീവിച്ച അദ്ദേഹത്തെ സഹസന്യാസികളും അധികാരികളും വളരെയേറെ ബഹുമാനിച്ചു. ക്രിസ്തുവർഷം 426 ഹൊണറാറ്റസ് ആൾസിലെ മെത്രാപ്പോലിത്തയായി നിയമിതനായപ്പോൾ മാക്സിമസ് ലെറിൻസിലെ ആശ്രമാധിപനായി. വിശുദ്ധ സിഡോണിയസ് രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങളനുസരിച്ച് മാക്സിമസിൻ്റെ കീഴിൽ ലെറിൻസ് ആശ്രമത്തിന് ഒരു പുതിയ ചൈതന്യം ലഭിച്ചു. മാക്സിമസിൻ്റെ ജീവിത വിശുദ്ധിയും മാതൃകയും അവിടെയുള്ള സന്യാസിമാരെ വളരെയേറെ സ്വാധീനിച്ചിരുന്നതുകൊണ്ട് ആശ്രമ നിയമങ്ങളെല്ലാം അവർ സന്തോഷത്തോടെ അനുസരിച്ചിരുന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള കഴിവും മറ്റ് ദൈവിക വരദാനങ്ങളും മൂലം മാക്സിമസ് വളരെ പ്രസിദ്ധനായി. അതുകൊണ്ട് ഉപദേശങ്ങൾ സ്വീകരിക്കാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കാനുമായി നിരവധി ആളുകൾ അദ്ദേഹത്തെ തേടി എത്തിയിരുന്നു. ആദ്യം ആൻറ്റിബസിലെയും പിന്നീട് ഫ്രജസിലെയും ജനങ്ങൾ മാക്സിമസിനെ തങ്ങളുടെ മെത്രാനായി തിരഞ്ഞെടുത്തെങ്കിലും അദ്ദേഹം അത് നിരസിക്കുകയും അവരിൽ നിന്ന് രക്ഷപ്പെടാൻ കുറേ നാൾ ഒളിവിൽ കഴിയുകയും ചെയ്തു. ആൾസിലെ മെത്രാനായ വിശുദ്ധ ഹിലരുടെ അംഗീകാരത്തോടെ റീസ് നഗരത്തിലെ പുരോഹിതരും ജനങ്ങളും മാക്സിമസിനെ റീസിലെ മെത്രാനാക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. മാക്സിമസിൻ്റെ മാതാപിതാക്കളുടെ നാടായ റീസിലെ മെത്രാനായി വിശുദ്ധ ഹിലരി മെത്രാൻ ക്രിസ്തുവർഷം 434 മാക്സിമസിനെ അഭിഷേകം ചെയ്തു. അക്കാലത്തെ ഏറ്റവും പ്രമുഖരായ ഫ്രഞ്ച് ബിഷപ്പുമാരിൽ ഒരാളായിരുന്നു മാക്സിമസ്. ബിഷപ്പായിരുന്നപ്പോഴും സന്യാസ വസ്ത്രവും രോമക്കുപ്പായവും ധരിച്ചുകൊണ്ടുള്ള ഒരു സന്യാസ ജീവിതം തന്നെയായിരുന്നു മാക്സിമസിൻ്റേത്. 439 അദ്ദേഹം റീസിൽ വെച്ച് മെത്രാന്മാരുടെ ഒരു സിനഡ് വിളിച്ചുകൂട്ടുകയുണ്ടായി. 441 ഓറഞ്ചിലും 484 ആർലെക്സിലും നടന്ന സിനഡുകളിൽ അദ്ദേഹം പങ്കെടുത്തു. 465 റോമിൽ നടന്ന സിനഡിന് ശേഷം അധികം താമസിയാതെ ബിഷപ്പ് മാക്സിമസ് സ്വർഗത്തിലേക്ക് യാത്രയായി. വിശുദ്ധൻ്റെ ശരീരം റീസിൽ അടക്കം ചെയ്തു. ജീവിച്ചിരുന്നപ്പോഴും മരണശേഷവും വിശുദ്ധ മാക്സിമസിലൂടെ നിരവധി അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.